ഹായ് ഗായ്സ്, അപ്പോൾ ഫുൾ പവർ അല്ലേ. നമ്മൾ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി അച്ചൻകോവിലാർ വഴി ഇറങ്ങിയൊക്കെയാണ്. കൊടുങ്കാട് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് കാട്ടിൽ കൂടിയുള്ള യാത്രയാണ്. എവിടാ നമ്മൾ ആദ്യം കോന്നിന്നാണ് തുടങ്ങിയത്, പക്ഷെ അതിലേക്കൂടി കയറ്റി വിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് എവിടെയാണ് പുനലൂര് കയറിയിട്ട് പുനലൂരിൽ നിന്ന് അച്ചൻകോവിലാർ വന്നിട്ട് പിന്നെ കാട് എക്സ്പ്ലോർ ചെയ്യും. അതാണ് അടുത്ത പ്ലാൻ. ഇനി അച്ചൻകോവിലാർ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കയറ്റി വിടുമോ എന്നറിയില്ല. ബട്ട് കയറാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെവി മൂഡായിരിക്കുള്ളൂ. മൊത്തം ഹൊററാണ്. അച്ചൻകോവിലാർ പോണ റൂട്ട് തന്നെ ഹൊററാണ്. സോ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പുനലൂർ റൂട്ടിൽ നിന്ന് അച്ചൻകോവിലാറിലോട്ട് പോകുന്ന വനപാതയാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ തലതിരിച്ചാണ് ഓടാൻ പോകുന്നത്. അതായത് സാധാരണ കോന്നിയിൽ നിന്ന് ആ വനപാത കവർ ചെയ്തിട്ട് നേരെ അച്ചൻകോവിലാറോട്ടാണ് പൊതുവെ എല്ലാവരും പോവാറ്. നമ്മൾ നേരെ തിരിച്ച് അച്ചൻകോവിലാർ ചെന്നിട്ട് റിവൈൻഡ് അടിച്ചിട്ട് നേരെ നമ്മൾ ഈ എടക്കാട് റൂട്ട് കയറി നമ്മൾ നേരെ കോന്നി ചെന്ന് ചാടും. മരങ്ങളുടെയൊക്കെ വലിപ്പം കണ്ട് നിർത്തിപ്പോയതാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത മരങ്ങളാണ്. പുനലൂരിൽ നിന്ന് ഒരുപാട് KSRTC ബസ്സുകൾ നമ്മുടെ അച്ചൻകോവിലാറിലോട്ട് സർവീസ് നടത്തുന്നുണ്ട്. അച്ചൻകോവിലാർ തന്നെയല്ല, നേരെ ചെങ്കോട്ട വരെ നമ്മൾ KSRTC സർവീസ് നടത്തുന്നുണ്ട്. പോകുന്ന വഴിയെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ്. നല്ല രീതിയിൽ മഴ പിടിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പച്ചപ്പ് കയറി കിടക്കുന്ന വഴികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും 3 മോഡുകളാണ് ഈ പോകുന്ന റൂട്ടിലുള്ളത്. ഒരിട കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള തിക്ക് ഫോറസ്റ്റ് വരും. അത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള താഴ്വര വിത്ത് പൈനാപ്പിൾ കൃഷി വരും. അത് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള തിക്ക് റബ്ബർ ഫോറസ്റ്റ് വരും. റബ്ബർ ഫോറസ്റ്റ് അല്ല, റബ്ബറങ്കാടുകൾ വരും. അതുപോലെയുള്ള 3 മോഡിലാണ് ഈ പോകുന്ന വഴിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ലോഡ് മയിലുകളാണ് അങ്ങിങ്ങായിട്ട് പറന്ന് നടക്കുന്നത്. എവിടെ നോക്കിയാലും മയിലുണ്ട്. മഴ പിടിച്ച് നിൽക്കണ കാരണം കൊണ്ട് ഇവരുടെ പ്രജനന സമയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ പെരപ്പുറത്തും പാറപ്പുറത്തും റോട്ടിലും തെങ്ങുമ്മലും എല്ലാത്തിലും ഇവന്മാരുടെ പ്രസൻസ് ഉണ്ട്, ഒച്ചപ്പാടും ഉണ്ട്. അസാധ്യ വ്യൂകളാണ് പോകുന്ന വഴിയെല്ലാം. ഇതെല്ലാം ഒരു സൈഡിൽ പൈനാപ്പിൾ കൃഷിയാണ്. ഫ്രണ്ട്സ്, പുനലൂരിൽ നിന്നും അച്ചൻകോവിലാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ 42 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിന്നാണ് നമുക്ക് കോന്നിക്ക് പോകാനുള്ള വനപാത കിട്ടുന്നത്. അതായത് പുനലൂർ റൂട്ടിൽ നിന്നും ഒരു 20 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കോന്നിയിലോട്ടുള്ള ഈ വനപാത കാണാൻ സാധിക്കുന്നതാണ്. പോകുന്ന റൂട്ടിലെല്ലാം തന്നെ അച്ചൻകോവിലാർ കുത്തി ഒലിച്ചൊഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മഴ പിടിച്ചു നിൽക്കുകയാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ചൻകോവിലാർ ചെന്ന് തിരിച്ചു വരും വഴിയാണ് നമ്മൾ കോന്നി റൂട്ട്, കോന്നി വനപാത കയറാൻ പോകുന്നത്. അച്ചൻകോവിലാർ ക്ഷേത്രം ഇപ്പോൾ കവർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നിട്ടുണ്ട്. മുന്നോട്ട് പോരുമ്പോൾ നമുക്ക് ഒരു 4-5 കിലോമീറ്ററുള്ളിൽ തന്നെ ഒരു വാട്ടർഫോൾസ് എൻട്രി കിട്ടുന്നതാണ്. കുംഭാവുരട്ടി എന്നാണ് ഈ വാട്ടർഫോൾസിൻ്റെ പേര്. ഇതൊരു മെയിൻ അട്രാക്ഷനാണ്. നമ്മളുടെ സമയപരിമിതി മൂലം നമ്മളിപ്പോൾ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. സോ ഈ റൂട്ട് തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ചെങ്കോട്ടയിലോട്ടാണ് ഈ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇവിടെ നിന്നും റിട്ടേൺ തിരികുകയാണ്. ഈ വഴി നേരെ പോയാൽ ചെങ്കോട്ടയിലോട്ടുള്ള റൂട്ടാണ്. സോ നമ്മളപ്പോൾ റിട്ടേൺ തിരിഞ്ഞ് ഇനി അച്ചൻകോവിലാർ ക്ഷേത്രം കവർ ചെയ്ത് മുന്നോട്ട് വന്ന് ഒരു 13-14 കിലോമീറ്റർ അപ്പുറം കഴിയുമ്പോഴത്തേക്കും റൈറ്റിലോട്ട് നമുക്ക് കോന്നി വനപാത കിട്ടും. അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ അജണ്ട. തിരിച്ചു വരുമ്പോഴേ അച്ചൻകോവിലാർ ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഒറ്റയാൻ്റെ സൈറ്റിംഗ് കിട്ടിയായിരുന്നു. ഒറ്റയാൻ പന്നിയാണ്. അവനൊരു ഗടാഗടിയൻ തന്നെയായിരുന്നു. ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ അച്ചൻകോവിലാർ ക്ഷേത്രത്തിലോട്ട് എത്തിച്ചേരുകയാണ്. പരശുരാമൻ്റെ ഐതിഹ്യം ഉറങ്ങുന്ന ഒരു അമ്പലമാണ്. ഈ യാത്രയിൽ ഈ അമ്പലം കവർ ചെയ്യാതെ നമ്മുടെ യാത്ര പൂർത്തിയായിരിക്കാൻ കഴിയില്ല. ഇവിടെയും ഉണ്ട് ഒരുത്തൻ. ഈ ഏരിയയിൽ ഒരുപാട് പന്നി ഇറങ്ങുന്നതാണ്. രാത്രിയാകുമ്പോഴത്തേക്കൊക്കെ നല്ല രീതിയിൽ ഇവന്മാരുടെ കൂട്ടുകൂടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മയിലുകൾ, എല്ലാ പുരപ്പുറത്തും ഉണ്ട് മയിലുകൾ.
അപ്പൊ ഗൈസ് നമ്മള് പറഞ്ഞ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുനലൂരിന്ന് വന്ന് ആദ്യം പോയത് നമ്മൾ നേരെ അച്ചൻകോവിലോട്ടാണ്. സാധാരണ അച്ചൻകോവിലോട്ട് ഈ വഴി റൂട്ട് കവർ ചെയ്ത് ഇങ്ങോട്ടാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ നേരെ അച്ചൻകോവിലാറിന്ന് കോന്നി പിടിക്കുകയാണ്. അതേ റൂട്ട് റിട്ടേൺ പിടിക്കുകയാണ്. ഇവിടെ വന്നിരുന്നോണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം പോണോ വേണ്ടേന്ന്. കാരണം ദ മോസ്റ്റ് ഡേഞ്ചറസ് റൂട്ടാണ്. പകുതി പേര് പോകണ്ടെന്ന് പറയുന്നു, പകുതി പേര് വിട്ടോ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷെ ഓഫ് റോഡാണ്, ഒരു നോർമൽ ഓഫ് റോഡാണ്. അത്യാവശ്യം അടി തട്ടാത്ത വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കയറി പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പയ്യെ പയ്യെ പോവാം. ബട്ട് ഡേഞ്ചർ റൂട്ടാണ്. പല സൈറ്റുകളും കിട്ടും, ആദിവാസൂരികളൊക്കെ ഉണ്ട്. സോ ഇവിടെ നിന്ന് ഇത് ഈ വഴി കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 25 കിലോമീറ്റർ സംതിങ് ഉള്ളു. അതേസമയം നമ്മൾ പുനലൂര് കവർ ചെയ്ത് കോന്നിക്ക് പോയി കഴിഞ്ഞാൽ 60 കിലോമീറ്റർ വരും. നമ്മൾ ഈ വഴി കവർ ചെയ്യാനാണല്ലോ വന്നത്. സോ ലെറ്റ്സ് ഗോ. ആരും പേടിക്കണ്ട, ഓടിക്കോ. രാധമ്മേ ഓക്കെ അല്ലേ? ഹനേഷ് ഓക്കെ അല്ലേ? ഷൈജി അയ്യോ ജാത കളപ്പത്തി തൂറി. ഷൈജി ബാത്റൂമിലൊക്കെ പോയിട്ടല്ലേ വന്നത്? അങ്ങനെ വന്ന എന്ത് ചെയ്യും? ഒരു ചെറിയ കല്ലെടുത്തറിയും. ഇപ്പൊ ഒരാനനെ കണ്ടാ അറിയാം എന്ത് ചെയ്യുന്നുള്ളത്. കാണുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മളെ അറ്റത്തൊക്കെ നല്ല മണമായിരുന്നു. ഇതൊന്നല്ല, ഇനി ഓഫ് റോഡാണ് വരാൻ പോണത്. ആയിരിക്കും ഒരു അനക്കം ഇല്ലാത്ത പോലെ. അടുത്തോറാണ് ഓഫ് റോഡ്. അടിയിടിക്കും പറഞ്ഞാൽ ശരിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി കെയർഫുൾ ആവണം. സോ ഈ വഴി വരുമ്പോൾ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം. കാരണം നല്ല രീതിയിൽ അടി തട്ടുന്നുണ്ട്. നമ്മളുടെ വണ്ടി അത്യാവശ്യം പൊക്കമുള്ളതാണ്, ഡസ്റ്ററാണ്. എന്നിട്ടും അടി നൈസായിട്ട് അങ്ങ് തട്ടി. സോ ഇതിലും ചെറിയ വണ്ടികളൊക്കെയാണ് ഈ വഴി പോകുന്നതെങ്കിൽ ആക്സിലൂരി താഴെ കിടക്കും. ഈ അടി തട്ടാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയാണ് കൂടുതലും തടി ലോറികൾ കവർ ചെയ്ത് കോന്നിക്ക് പോകുന്നത്. ഫോറസ്റ്റിൻ്റെ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും തടിവണ്ടി നല്ല രീതിയിൽ ഇതിലെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടയർ പോകുന്ന വഴി രണ്ട് സൈഡും നല്ല രീതിയിൽ താഴുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ആണ് പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നത്. ആ ഭാഗത്തേക്കിട്ട് നേരെ കയറ്റി എടുത്തു കഴിഞ്ഞാൽ അടി തട്ടും എന്നുള്ളത് ഷുവറാണ്. അടി തട്ടി ആക്സിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ ആരും സഹായത്തിന് എത്താൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ റേഞ്ചുമില്ല. സോ നിങ്ങൾ സെൻറ്റർ വഴി പിടിക്കാണ്ട് സെൻറ്ററും സൈഡും ചേർത്ത് വണ്ടി ഉരുട്ടിക്കൊണ്ട് പോവുക, അടി തട്ടാതിരിക്കാൻ. കൊടുങ്കാടാണെങ്കിലും എന്തുകൊണ്ട് ഈ വഴി യാത്ര നിരോധിക്കുന്നില്ല എന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ കാര്യം മനസ്സിലായി. സംഭവം ഈ തടി ലോറി തന്നെയാണ്. അത് ഫോറസ്റ്റിൻ്റെ തടി ലോറി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ വഴി പോകുന്നത്. ഈ വഴി അവിടെ നിന്ന് കോന്നി പിടിക്കാനായിട്ട് ജസ്റ്റ് ഒരു 20-22 കിലോമീറ്ററുകളെ വരുള്ളൂ. അല്ലെങ്കിൽ നേരെ പുനലൂർ വഴി കറങ്ങി കോന്നി എത്തണമെന്നുണ്ടെങ്കിൽ 65-70 കിലോമീറ്റർ പിടിക്കും. ഈ റൂട്ട് കയറി കഴിഞ്ഞാൽ നേരെ 25 കിലോമീറ്ററിനുള്ളിൽ ഫോറസ്റ്റിൻ്റെ ആണെങ്കിൽ തടി നമുക്ക് കടത്തി ഇപ്പുറത്ത് കൊണ്ടുവരാം. സോ ഈ വഴി കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ഫോറസ്റ്റുകാർക്ക് തന്നെയാണ്. സോ ഇവന്മാരിത് പോട്ടില്ല. ഇവിടെ നിപ്പുണ്ട് സാധനം, ഇപ്പം ഇറങ്ങും. വന്നടി കൊണ്ട
ബാക്കിയുള്ളവന്മാരെയും കൂടി വിളിക്കടാ. ഇപ്പം പോയിക്കോളാം നോക്കിയിട്ട്. സീൻ കാണിക്കണ്ടിട്ടാ, നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് കാശ്. കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുണ്ടാണ്. എടാ മിണ്ടല്ലേ. ഒന്നുമില്ലടാ മക്കളെ, വെറുതെ ഫോട്ടോ എടുക്കാനാണ്. ഡോണ്ട് വറി. അപ്പുറത്തേക്ക് ദേ പോണ്ടി നോക്കണേ. ഇനിയും വരാണ്ട്, ഇനിയുണ്ട്. ഒരു ഉടുപ്പ് കൊടുക്കുക. ഇതേ പോണം മോനെ. അടിപൊളി, സന്തോഷം. കാട്ടിൽ കയറിയപ്പോൾ തന്നെ ആദ്യ സൈറ്റിങ് ഒരു കൂട്ടം കാട്ടുപോത്തിനെ കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. കാട്ടുപോത്തിനെ കാട്ടിന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് കുറേ യൂട്യൂബർമാർ പറഞ്ഞ് ഈ പാവപ്പെട്ട കാട്ടിയുടെ വില കളഞ്ഞ് വച്ചേക്കാണ്. ഇത് കാട്ടിയല്ല, കാട്ടുപോത്തല്ല, പശുവാണെന്നൊക്കെയാണ് പറയണത്. ഗൈസ്, ഇത്രയും കടാകടിയനായുള്ള മസിൽമാനായ ഇവനെ തന്നെയാണ് യഥാർത്ഥത്തിൽ കാട്ടിന്നും കാട്ടുപോത്തും എന്ന് വിളിക്കേണ്ടത്. ഒറിജിനൽ കാട്ടുപോത്തിനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ പശു പോലെ ഉള്ളു, കൂർത്ത കൊമ്പും. കാണത്തില്ല അതിന്റെ ഇടയ്ക്ക് കണ്ടോ. ആനയാണോ അപ്പുറത്ത്? ഇത്ര സുന്ദരനായ ഇവൻ തന്നെടാ നമ്മുടെ കാട്ടുപോത്ത്. അച്ചൻകോവിലാർ സൈഡ് പിടിച്ച് കലങ്ങി കുത്തി ഒഴുകുന്നുണ്ട് ഗൈസ്. മഴ പിടിച്ച എൻ്റെ പവറാ. ഇരുട്ടായി വരികയാണ്, ഇനി കഥ മാറി തുടങ്ങും. ഇതുപോലുള്ള പുൽമൈതാനങ്ങളിലാണ് നമ്മുടെ ആനക്കുട്ടന്മാരെ കൂടുതൽ കാണുന്നത്. ഗൈസ്, ഈ കാടിനുള്ളിൽ മലഭണ്ഡാരങ്ങൾ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്കായി റിസർവ് ചെയ്ത പ്ലേസുകളിലാണ് ഇതെല്ലാം. ഇവിടെയാണ് അവർ താമസിക്കുന്നത്. ഈ കാഴ്ചയുടെ വില ഇതിലെ പോയവർക്കേ അറിയൂ ഗൈസ്. എന്താ പരിപാടി? മഴയൊക്കെ അല്ലേ? ഗൈസ്, ഇവിടെയുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസാണ് എന്നാണ് തോന്നുന്നത്. കാര്യമായിട്ട് മനസ്സിലായില്ല. ബട്ട് ക്യാമ്പിംഗ് സൈറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 3-4 ആളുകളുമുണ്ട്. പക്ഷേ അവർ ഫോറസ്റ്റ് യൂണിഫോമിലുള്ളതല്ല, മാനുവലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഫോറസ്റ്റിൽ താമസിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് എന്നാണ് തോന്നുന്നത്.
മഴ കനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഏരിയയൊക്കെ ഒരുപാട് ആന സൈറ്റിംഗ് കിട്ടേണ്ട ഏരിയകളാണ്. പിന്നെ മഴയായതുകൊണ്ടും വെള്ളമുള്ളത് കൊണ്ടും ഇവന്മാരൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. ഈ വഴിയിലൊക്കെ ഇവന്മാർ വന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളി പോകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. തിരിച്ചും മറിച്ചും ഒന്നും വളക്കാനായിട്ട് പറ്റിയ സ്ഥലമൊന്നും ഇവിടെ ഇല്ല. ഒരുപാട് മരങ്ങളും അതുപോലുള്ള വള്ളികളൊക്കെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മളിതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ കാട് കഴിയാറായിട്ടുണ്ട്. അതിന് മുമ്പ് വരുന്ന ഒരേ ഒരു വീടാണ് ഇത്. ഇവിടെ ആൾതാമസമുള്ളതാണ്. ഇതിന് മുമ്പ് പോയവരൊക്കെ ഇവരായിട്ട് സംസാരിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് നമുക്കിപ്പോൾ ആരെയും കാണാൻ സാധിച്ചില്ല. ഇതൊക്കെ കാണുന്നത് ഒരാശ്വാസമാണ്. ഇനി കോന്നിയെത്താൻ കുറച്ച് ദൂരം കൂടി ഉണ്ടാവുള്ളൂ. ബട്ട് ഇവിടെ തുടങ്ങിയാണ് കൂടുതൽ ആന സൈറ്റിങ് കൂടുതൽ കിട്ടുന്നത്. ഗൈസ്, മ്ലാവിൻ്റെ സൈറ്റിങ് കിട്ടിയായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടി ഇത്തിരി ഫാസ്റ്റായി പോയി ഗൈസ്. ഇവന്മാരെ കണ്ടപാടെ ചാടി ഓടിക്കളഞ്ഞു. ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു, നല്ല ആന പോലത്തെ. അവന്മാർ വിട്ട് കളഞ്ഞു.
ഗായ്സ് പൊളി പൊളി, ഒന്നും പറയാനില്ല. മാരക റൂട്ടാണ്, ആരും പോവാൻ നിൽക്കണ്ട ഈ സമയത്ത്. മഴ പിടിച്ചിട്ടുണ്ടല്ല, റോഡ് മൊത്തം മരം വീണ് ആകെ ടങ്ങേറ് പിടിച്ച് കിടക്കുകയാണ്. സത്യം പറഞ്ഞ ആന വരല്ലേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ എത്തിയത് പലരും. സോ ആ രീതിയിലുള്ള ഹൊറർ മൂഡായിരുന്നു. അതുപോലത്തെ ഡാർക്ക് വഴിയും മഴ പിടിച്ചുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് ഫീലും. ആനനെ ഒന്നും കണ്ടില്ല, ബാക്കി 1-2 വ്യൂ അടിപൊളിയായിട്ട് കിട്ടി. ഭയങ്കര ഡേഞ്ചർ റൂട്ടാണ്, നൈറ്റ് ടൈമിലൊന്നും വരാൻ നിൽക്കണ്ട. പലരും നൈറ്റ് ടൈമിലൊക്കെ വന്നു പോയിട്ടുണ്ട്, നമ്മളും വന്നു. നമ്മൾ അവിടെ നിന്ന് 4:30-5 മണിക്ക് തുടങ്ങിയതാണ്, പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായി. ഇരുട്ടത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ മണ്ടത്തരമാണ്. എന്തായാലും ഒരാന കുറുകെ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിച്ച് വയറിളകും, അത് 100% ഷുവറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിക്കാനും പിടിക്കാനൊന്നും ഇടയില്ല, അതുപോലത്തെ റൂട്ടാണ്. ഒരു സെമി ഓഫ് റോഡാണ്, പല സ്ഥലത്തും ഓഫ് റോഡ് ഉണ്ട്. ചെറിയ ചെറിയ വണ്ടി കൊണ്ടൊന്നും വന്നിട്ട് കാര്യമൊന്നുമില്ല. കയറിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, പയ്യെ കയറി പോയിക്കോളും. നമ്മളുടെ വണ്ടി ഡസ്റ്ററാണ്, എന്നിട്ട് നല്ല രീതിയിൽ അടി തട്ടി. അതൊക്കെ സൂക്ഷിച്ച് പോകണം. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും വരാനൊന്നുമില്ല ആരും. കൊടുങ്കാടാണ്, മോസ്റ്റ് ഡേഞ്ചറസ് റൂട്ടാണ്. ആന വന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. സോ അങ്ങനെ അടിപൊളിയായിട്ട് കവർ ചെയ്തെത്തി. വി ആർ ഡിഡ് ഇറ്റ്. ഓരോ ജയൻ്റ് വീലിൽ നിന്ന് ഇറങ്ങിയ ഫീലുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ല, അടിപൊളി ഫീലാണ്. സോ ഗൈസ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോളുക, കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ചങ്കുറപ്പ് വേണം. നൈറ്റ് നമ്മൾ പിടിക്കണ്ട, എസ്പെഷ്യലി ഫാമിലിയൊക്കെ ആയിട്ട് നൈറ്റായിട്ട് പോകാൻ നിൽക്കണ്ട. ആൾക്കൂട്ടമായിട്ട് പോയിക്കോ, കൂട്ടമായിട്ടോ ഒക്കെ ആയിട്ട് പോയിക്കോ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഓക്കെ, പൊളി.